ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലും പിന്നെ രാവിലെ സ്കൂളിൽ പോക്കും ഭയങ്കരമായിട്ട് രാവിലെ ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരിക്കും കേട്ടോ. അതിനിപ്പോൾ എത്ര അവധിയാണെങ്കിലും നമുക്ക് അടുക്കളക്ക് ഒരിക്കലും അവധിയില്ലല്ലോ. ഞായറാഴ്ച പോലും നമുക്ക് ഇത് തന്നെയാണ് ജോലി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരുപോലെയാണ് കേട്ടോ. രാവിലത്തെ തിരക്ക് ഭയങ്കരമായിട്ട് നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. രാവിലെ ഇന്ന് പുട്ടാണ് ചായയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുട്ട് ഇതേ പകുതി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലത്തെ ചക്കയടിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കട്ടൻ ചായയ്ക്ക് ചക്കയടയും കട്ടൻ ചായയൊക്കെയാണ് കുടിച്ചത്. അങ്ങനെ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ചു. അത് കഴിഞ്ഞതേ കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഒരു കലം കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ അത്യാവശ്യം ചൂടുവെള്ളം വേണ്ടവർക്കൊക്കെ എല്ലാവർക്കും കുടിക്കാമെന്ന് വിചാരിച്ചാണ് ഒരു കലം ഇട്ട് തിളപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ കഞ്ഞിക്കൊക്കെ ഉച്ചയ്ക്ക് വെള്ളം വെക്കുമ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം മുഴുവനായിട്ട് തിളപ്പിച്ച് വെക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പുട്ട് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുന്നത്. പുട്ടിന് കടലക്കറി ഉണ്ട്, പിന്നെ പഴം ഇരിപ്പുണ്ട്, പിന്നെ ഒരു 3-4 പപ്പടവും കൂടെ വറക്കാം. ഇക്കാക്കൊക്കെ പപ്പടം വറുത്തതും പഴമൊക്കെയാണ് ഇഷ്ടം. പിന്നെ കറി എല്ലാവർക്കും ഒന്നും താല്പര്യമില്ല കേട്ടോ. ഇഷ്ടമുള്ളതിനനുസരിച്ചൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. പുട്ട് അവിടെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രം കഴുകാനുണ്ട്. പുട്ടിന് പൊടി വാട്ടിയെടുത്ത് അടിച്ച് അങ്ങനെ മിക്സിയുടെ ജാറ് അതേപോലെ കുറച്ച് പാത്രങ്ങൾ മാത്രം രാവിലെ ചായക്ക് ഉണ്ടാക്കിനെ. അതിൻ്റെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ബാക്കി കിടക്കള നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. ഇനി അങ്ങോട്ട് തുടങ്ങാനല്ലേ, യുദ്ധം തുടങ്ങാനല്ലേ ഇരിക്കണുള്ളൂ. പിന്നെ അത് ഉച്ചയ്ക്കത്തേക്ക് രാവിലെ പാൽ മേടിക്കാൻ പോയപ്പോൾ തന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റംബൂട്ടാൻ പറിക്കാൻ പോകുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് മേടിക്കാൻ സമയം കിട്ടില്ല. പിന്നെ വൈകുന്നേരമല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോയി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ അതേ ഉച്ചയ്ക്ക് ഇന്ന് മീനാണ്. ഇപ്പോൾ കറി വയ്ക്കാനായിട്ട് വേറെ പച്ചക്കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തോരൻ വയ്ക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മീൻ പൊരിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാകുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറൊക്കെ ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. പിന്നെ അതേപോലെ തന്നെ ഇനി പാൽ ചായയും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ ഇന്നൊരു പുതിയ അതിഥി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പുള്ളിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടും ഭയങ്കര ശല്യമായിരുന്നു ഇവരെയും കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നൊന്നല്ല കേട്ടോ, ഇവിടെ കുറച്ചധികം തന്നെ ഉണ്ടെന്ന് തോന്നണത്. കാരണം നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒരംഗം കഴിഞ്ഞ് വീടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും വൃത്തികേടായിട്ടായിരിക്കും കിടക്കണേ കേട്ടോ. അവരൊക്കെ അപ്പിയിട്ടും ഉള്ളിയൊക്കെ നാശാക്കി വയ്ക്കും. പിന്നെ അതേപോലെ തന്നെ ഉള്ളിത്തട്ടിലൊക്കെ നമ്മൾ കിഴങ്ങ്, സവാള, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചുമന്നുള്ളിയൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. പിന്നെ നമ്മൾ പെരയൊക്കെ അടിക്കുന്ന സമയത്ത് ഒരേ മൂലയിലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ, ഉള്ളിയൊക്കെ പകുതി കടിച്ചിട്ടേക്കണതൊക്കെ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇന്ന് പെട്ടി വെച്ചെങ്ങാണ്ട് എലിപ്പെട്ടി കെണിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇവനെ ഞങ്ങൾ ഇന്ന് പിടിച്ചത് ഇതേ ഫ്രിഡ്ജിൻ്റെ പുറത്തായിരുന്നു കേട്ടോ. കാരണം ഫ്രിഡ്ജിൻ്റെ പുറത്ത് 2-3 ദിവസമായിട്ട് അപ്പിയൊക്കെ കിടക്കാറുണ്ട് കേട്ടോ എലിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയ്ക്ക് വെച്ചതാണ്. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ എലീനെ കിട്ടുകയും ചെയ്തു കേട്ടോ. നമുക്ക് എലീൻ്റെ ശല്യം കുറച്ച് കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് നമ്മൾ എലിപ്പെട്ടി കെണിച്ച് വയ്ക്കും. എന്നിട്ട് 2-3 എലീനെയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ശല്യം കുറയും കേട്ടോ. പിന്നെ നമുക്ക് അത്രയും ശല്യം കാണില്ല. പിന്നെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉള്ളപ്പോൾ അതേമാതിരി അങ്ങനെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ രാവിലെയൊക്കെ പണിക്ക് പോകുമ്പോൾ പെട്ടിയും കൊണ്ട് പോയിട്ട് ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി എലീനെ തുറന്നു വിട്ടോളും. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ, ഇത്രയും ദൂരം കൊണ്ട് തുറന്നു വിട്ടു നിർത്തുന്നു നമുക്ക് തിരിച്ചു വരില്ല. അപ്പോൾ അങ്ങനെയായിട്ട് എന്നും ചെയ്യാറ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റൗവും സ്ലാബും അങ്ങനെ എല്ലാം തുടച്ച് റെഡിയാക്കിയിട്ട് കേട്ടോ. കാരണം രാവിലെ നമ്മളെ ചായയും കടിയൊക്കെയാണ് സ്റ്റൗവിലും ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ആയിട്ട് റെഡിയാക്കാറ്. പിന്നെ അടുപ്പ് തീയത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറും കുടിക്കാൻ വെള്ളം, പിന്നെ അതേപോലെ തന്നെ കറികളും തോരനും ഒക്കെ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മുമ്പ് അങ്ങ് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും വല്ല തേങ്ങ ചിരവാനോ പിന്നെ അതേമാതിരി എന്തെങ്കിലും കടുക് പൊട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സ്റ്റൗ കത്തിക്കോ ഈ അടുക്കളയിലേക്ക് വരുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ ഇവിടെയുള്ള എല്ലാ പണികളും കഴിഞ്ഞ് അത് തുടച്ച് വൃത്തിയാക്കലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായ കുടിച്ച് നേരെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ.
അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് കൊച്ചിനെ ഞാൻ വിളിച്ചെണുപ്പിച്ചു കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ബാത്റൂമിൽ പോക്കും പല്ല് തേക്കലും എല്ലാം കഴിയുമ്പോഴത്തേക്കും എനിക്ക് പുറത്തിറങ്ങി കോഴീനെ തുറന്നു വിടണം, കോഴിക്ക് തിന്നാനൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ മുറ്റമൊക്കെ അടിച്ച് കളയണം. അതൊക്കെ വിചാരിച്ച് ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. രണ്ട് പിടകളും എല്ലാ ദിവസവും മുട്ടയിടുന്നതാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഒരാൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി മറ്റവൾ എപ്പോഴെങ്കിലും അവൾക്ക് തോന്നുമ്പോൾ വൈകുന്നേരത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇടും കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ, രണ്ടും ഒരുമിച്ച് ഇടാറില്ല. അങ്ങനെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് വന്നത് ഉച്ചക്കത്തേക്ക് ചോറ് വെക്കണം. അപ്പോൾ അതിന് കുടിക്കാനായിട്ട് വെള്ളം അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ഒരു കലം കുടിക്കാൻ വെള്ളം കോരി കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ അരി അടുപ്പത്തേക്ക് ഇടാറ്. ഒരു കലം വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മീനും കൂടി നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മീൻ നന്നാക്കി പൊരിക്കാനാണ്. കറിക്ക് തക്കാളിക്ക് പിന്നെ ഉണക്കയിലയും അതേപോലെ ഇരുമ്പുളിയൊക്കെ ഇട്ടുകൊണ്ട് ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ തോരൻ വയ്ക്കാനായിട്ട് ബീൻസൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതേ മീൻ നന്നാക്കി എടുക്കുകയാണെങ്കിൽ അത്രയും പണി നേരത്തെ കഴിഞ്ഞിടൂല്ലേ. അപ്പോൾ പുറത്ത് കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ പണികളൊക്കെ കഴിഞ്ഞ് ചോറും കറികളൊക്കെ എല്ലാം കാലമായിട്ട് വേണം. നമുക്ക് പുറത്ത് കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, അത്യാവശ്യം വെയിലുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ മഴക്കോളമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അപ്പോൾ അതും കൂടെ ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ അടുക്കളയിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണേ. അത് കുറച്ച് വിറകുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു രണ്ടാഴ്ചയെ കൂടുതലായി ചെതൽ കണ്ടു തുടങ്ങിയിട്ട്. ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും ചെതൽ മൊത്തം മണ്ണായി തുടങ്ങിയിട്ട്, വിറക് തിന്ന് കുറേ മണ്ണായിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം ഒന്ന് പൊളിച്ചെടുത്ത് ഒന്ന് തട്ടിയടിച്ച് കുടഞ്ഞ് ഒന്ന് അടുക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കുറച്ച് ചെതൽ മരുന്നും കൂടി അടിക്കണം. പിക്കാട്ട പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് മറന്നു വന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വെയിലുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് വിറക് അടുക്കി വെച്ചാലും പിന്നെയാണെങ്കിലും ചെതൽ മരുന്ന് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടും മഴക്കോളൊന്നും ഇല്ല, മഴക്കാറൊന്നും കയറുന്നില്ല എന്നുണ്ടെങ്കിൽ വിറക് പൊളിക്കണം എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ചോറും കറികളൊക്കെ പെട്ടെന്ന് ആക്കണയാണ്. അങ്ങനെ മീനൊക്കെ ഞാൻ നന്നാക്കി എടുത്തു കേട്ടോ. ഒരു ചുറ്റ് മാത്രം അങ്ങോട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു. പിന്നെ പാത്രത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. കാരണം ആ ഒരു മീനിൻ്റെ ബ്ലഡൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. രാവിലത്തെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കുടിക്കാൻ വെള്ളം ഞാൻ വെച്ചത് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള കുടിക്കാനായിട്ടുള്ള വെള്ളം ആവശ്യമുള്ളത് കോരി മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അരിയും കൂടി അടുപ്പത്തേക്ക് ഇടാമല്ലോ. അപ്പോൾ അരി വേവണം അത്ര സമയം മതി നമുക്ക് തുണി അലക്കാനും പിന്നെ അതേപോലെ തന്നെ പെരയൊക്കെ അടിച്ച് വാരി തുടച്ച് കളയാനും ഒക്കെ നമുക്ക് അത്ര സമയം മതി കേട്ടോ. 2 മണിക്കൂറോളം വേവണം ഒരു അരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ പണികളും കഴിക്കാമല്ലോ. അപ്പോൾ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ തുളസിയില പനിക്കൂർക്കയില കരിവേപ്പില അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടും. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ജീരക ഉലുവ അങ്ങനെ ഇടും കേട്ടോ. ചില ദിവസങ്ങളിൽ ഒന്നും ഇടാതെയും തിളപ്പിക്കും കേട്ടോ. അങ്ങനെ കുടിക്കാൻ ആവശ്യമുള്ള വെള്ളമൊക്കെ കോരിയെടുത്തു. അത് കഴിഞ്ഞ് അരിയും കൂടെ കഴുകിയിട്ടു. അത് കഴിഞ്ഞ് മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഇനി ഇത് വരഞ്ഞ് ഇതിലേക്ക് മുളകൊക്കെ തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വേവണം അത്ര സമയം കൊണ്ട് തന്നെ മീനിലേക്ക് മസാലയ്ക്ക് ശരിക്കും പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ മുളക് തേച്ച് വെച്ച് വീടൊക്കെ അടിച്ച് വാരി തുടച്ച് തുണിയൊക്കെ കഴുകിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കറക്റ്റായിരുന്നു, ചോറ് വെന്തിരിക്കുമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കഞ്ഞി വാർത്താൽ മതി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആ പണികളൊക്കെ ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ നമ്മളതൊന്നും വീഡിയോയിൽ പകർത്താണ്ടിരുന്നത്.
അങ്ങനെ ഒരു 11 മണിയായപ്പോഴത്തേക്കും അടുക്കളയിൽ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. തക്കാളിക്കും അതേപോലെ തന്നെ ഉണക്കയില ഇരുമ്പും പുളി ഉണക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് ചാറ് വെച്ചു, ബീൻസ് തോരനും വെച്ചു, അയല മീൻ വറുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അടുക്കളയിൽ എല്ലാ പണികളും കഴിഞ്ഞത് പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു വെട്ടം വെളിച്ചമൊക്കെ ഉണ്ട്. എന്തായാലും മഴയ്ക്കൊന്നും കോളമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ചെതൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊന്നുള്ളൂ കേട്ടോ വിറക്, ഒരു 1.5 മാസമൊക്കെ കത്തിക്കാനുള്ള വിറകേ ഉള്ളൂ. അപ്പോൾ വെയിൽ കണ്ടെങ്ങാണ്ട് പൊളിക്കാനായിട്ട് തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വിറക് അടുക്കി വയ്ക്കാൻ സ്ഥലമൊന്നുമില്ല, ഇവിടെ തന്നെയാണ് കേട്ടോ വിറക് അടുക്കി വയ്ക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് പൊളിച്ചെടുത്ത് ഒന്ന് തട്ടി അടിച്ച് കളഞ്ഞ് അതേപോലെ തന്നെ തിരിച്ചടുക്കി വയ്ക്കാനാണ് കേട്ടോ പ്ലാന്. മഴയ്ക്ക് മുമ്പ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ പെട്ടെന്നുള്ള മഴയാണല്ലോ ഇപ്പോൾ എല്ലാം. അങ്ങനെ അതേ പൊളിക്കൽ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പൊളിക്കാൻ നമുക്ക് എളുപ്പമുണ്ടല്ലോ, വാരി വലിച്ചങ്ങ് ഇട്ടാൽ പോരെ. ഇനി അതെല്ലാം തട്ടിക്കുളഞ്ഞ് അടുക്കി വയ്ക്കാനാണ് കേട്ടോ കുറച്ച് പണിയുള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യം വിറക് ഇറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചെതൽ മരുന്ന് കരുതും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അടിയിൽ ശരിക്കും അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിറക് തീരുന്നത് വരെ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ചെതൽ അങ്ങനെ കയറുമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് അടിയൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞ് അതേപോലെ തന്നെ തിരിച്ച് വിറക് പകുതിയോളം ഞാൻ അടുക്കി വെച്ചു കേട്ടോ. ഇനി ബാക്കിയും കൂടി അതേപോലെ ഒന്ന് അടുക്കി എടുത്ത് വെക്കണം. എന്നിട്ട് ഈ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കളയണം കേട്ടോ. അത്രയും നേരം മഴ പെയ്യാണ്ടിരിക്കണേ എന്നാണ് കേട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിറക് വലിച്ചിട്ട് ഇടത്തിൽ കുറച്ച് സ്ഥലമൊക്കെ വിറക് നനയും, ബാക്കിയൊക്കെ മുകളിൽ പടുതയുണ്ട് കേട്ടോ. പിന്നെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി എല്ലാം തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയും നേരം മഴ പെയ്തില്ല, ചെറുതായിട്ട് മോഡലൊക്കെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം കേട്ടോ. അങ്ങനെ അതേ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും കാണുമായിരിക്കും, ഇവിടെ കൂടുതലായിട്ടും കാണാറുണ്ട്. മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞ് ചെറിയൊരു വെട്ടം വെളിച്ചം വെയിലും ഒക്കെ വരുമ്പോൾ തന്നെ ഇതേ ഇതുപോലെയുള്ള പല ഐറ്റം കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ ഉണ്ടല്ലോ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വിവരം അറിയൂ കേട്ടോ. ഇങ്ങനത്തെ ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ കാണപ്പെടുന്നത് ഈ റൂബിക്കയുടെ തയ്യലാണ് കേട്ടോ. കാര്യം ചെറിയൊരു തൈമരമാണ്, 2ാം വർഷമാണ് കേട്ടോ. ഞങ്ങളിത് വെച്ചിട്ട് 2ാം വർഷമാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്നും പറഞ്ഞാണ് വെച്ചത്. ബ്ലോക്കാണെന്ന് കേട്ടോ. കാര്യം ആൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയ കൂമ്പെടുക്കാൻ പോലും സമ്മതിക്കില്ല, മൊത്തം അവർ കടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ 2ാം വർഷമായപ്പോൾ തന്നെ അവിടെ ഇവിടേക്ക് ചെറിയ കാ കാണുന്നുണ്ട് കേട്ടോ. പിടിക്കുമോയെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഈ സമയത്ത് പൂത്തിട്ടേ ഉള്ളൂ കേട്ടോ. കുറച്ചധികം തന്നെ ഒരു കൊല പോലെ പൂത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചാടിപ്പോയി കേട്ടോ. ഈ മഴ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ചാടിപ്പോയത്.
കുറേ നേരമൊക്കെ ആയിട്ടോ പുള്ളി ഇങ്ങനെ ഭിത്തിയിലേക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റുമെന്ന് തുടങ്ങിയിട്ട്. എന്തായാലും ഇടയ്ക്ക് എന്തോ നടുവിനെന്തോ പറ്റിയ പോലെ സ്റ്റക്കായി പോയിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളി പിന്നെ അനക്കം ഇല്ലാണ്ടായി പോയിട്ടോ. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഞാൻ എൻ്റെ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുന്നത് പുള്ളിക്ക് മനസ്സിലായി, അതല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് തട്ടിയിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ എന്തോ ഒരു കുഴപ്പം കൊണ്ട് ഏതായാലും സ്റ്റക്കായ പോലെ ആയിട്ടോ. പിന്നെ പുള്ളിക്ക് ഒരു അനക്കം പോലും ഇല്ല കേട്ടോ. ഞാൻ കുറേ ക്യാമറ സൂം ചെയ്തൊക്കെ നോക്കിയിട്ടോ, പക്ഷേ പുള്ളി എന്ത് ചെയ്താൽ പിന്നെ അനങ്ങുമില്ല കേട്ടോ. എന്തായാലും ഇതുപോലത്തെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ബോധം തെളിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറേ ഐറ്റത്തിനെയൊക്കെ കണ്ടിട്ട് വരും. പിന്നെ ദേ ഇതാണ് കേട്ടോ, ഇതിനെ കൂടുതലും ഇവിടെ കാണുന്നത് തേക്കിൻ്റെ പുറത്താണ് കേട്ടോ. അത് ഇങ്ങനെ ആമ്പലയുടെ പുറത്തുനിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കമ്പയിലോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇതിൽ പടുതേൻ്റെ പുറത്തൊക്കെ ആയിട്ട് പിടുത്തം കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡിൽ 1-2 തേക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ആ തേക്കിൻ്റെ പുറത്താണ് ഈ പുഴുവിൻ്റെയൊക്കെ താവളം. ഇതിപ്പോൾ ചെറുതാണ് കേട്ടോ. ഇതിൻ്റെ വേറെ ഇത് തന്നെ ഇതിൽ കൂടുതലും വൈറ്റാണ് കാണുന്നത്. ഇതേപോലെ തന്നെ ഈ ഒരു മോഡലിൽ തന്നെ കൂടുതലും ബ്ലാക്ക് കാണുന്നതും. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പല മോഡലുണ്ട് കേട്ടോ. കൂടുതലും പുഴുവും അട്ടയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കാണും കേട്ടോ. എപ്പോഴും ഒരു 2-3 ദിവസം അടഞ്ഞ് മഴ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതേ ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും എവിടെ നിന്നാണെന്നറിയില്ല എല്ലാ പുഴുകളും ഓടി നടക്കണം കാണാം കേട്ടോ. മുറ്റത്തെ കൂടെ നോക്കുമ്പോഴും സൈഡിൽ കൂടെയും ആ ഒരു സമയത്തൊക്കെ മുകളിലൊക്കെ അടിക്കാനോ അതല്ലെങ്കിൽ കുറച്ച് കാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിക്കാനൊക്കെ പേടിയാണ് കേട്ടോ. ഈ പുഴുവിന് ഭയങ്കര പേടിയാണ് കേട്ടോ. കാര്യം അവരൊന്നും ചെയ്യുമൊന്നുമില്ല, ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പക്ഷെ എന്താണെന്നറിയില്ല, പുഴുവിന് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ. ഇച്ചിരി വീതിയൊക്കെ ഉള്ള ടൈപ്പാണ് ഇത്. ഈ ഒരു സാധനം കയറിങ്ങാണ്ട് ഈ വഴുതനങ്ങ ചോടോടുകൂടി ഇത് കളഞ്ഞു കേട്ടോ. കാരണം അവിടെ ഇവിടെയൊക്കെ കയറി ഇലകളൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ കീടനാശിനി അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് നിന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് 1-2 ഇലകളൊക്കെ വാടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ചെടി മൊത്തത്തിൽ പോയി കേട്ടോ. ഇപ്പം അങ്ങനെ ഒരു വഴുതനങ്ങയുടെ ചെടിയേ ഇല്ല കേട്ടോ ഇവിടെ. പിന്നെ അതേ വേറൊരു പുഴുവാണ്. ഇത് തൊമരയുടെ പുറത്താണ് കേട്ടോ. ഇങ്ങനെ കാണുന്ന പുഴുക്കളൊക്കെ ഞങ്ങൾ ആ ഒരു ഇല കട്ട് ചെയ്തുകൊണ്ട് കളയാറുണ്ട് കേട്ടോ. കാരണം നമ്മളവിടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവനായിട്ടും തിന്ന് കളയും കേട്ടോ. ഓരോ ഭാഗം കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ആ ഒരു ചെടിയുടെ അത്ര ഉഷാറൊക്കെ പോകും കേട്ടോ. ഇവർ കീടനാശിനി കയറി ഇടയ്ക്കൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും പിന്നെ 1-2 മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടൊരു ഗുണമില്ലാണ്ടായി പോകുമല്ലോ. അങ്ങനെ വീണ്ടും പുഴു കയറി തന്നെയാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ രണ്ടാമത് കണ്ട ആ ഒരു പുഴു ഉണ്ടല്ലോ, അതിൽ കൂടുതലും വൈറ്റ് കൂടുതലും ബ്ലാക്ക് കുറവായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു പുഴു ഉണ്ടല്ലോ അതിന് ബ്ലാക്ക് കൂടുതലും വൈറ്റ് കുറവാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വഴുതനയുടെ പുറത്ത് കയറിയിരുന്നേ അതിൻ്റെ ഒരു കുഞ്ഞായിട്ട് വരും കേട്ടോ. ചെറിയ ഇതാണ്. ഇവിടെ കുറച്ച് കാച്ചിലും അതേപോലെ തന്നെ ഒരു ചുവടെങ്ങാണ്ട് ചെറുകിഴങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്ത് അതിൻ്റെ ഒന്നും ഇല പോലും ഇല്ല കേട്ടോ. മൊത്തം നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഇങ്ങനെ പല മോഡൽ പുഴുക്കളും ഉണ്ട്. എല്ലാ ദിവസങ്ങളൊന്നും ഇങ്ങനെ കാണുമ്പോഴൊന്നും വീഡിയോ എടുക്കാറില്ല. ഇതിപ്പോൾ ഒരു ദിവസം അങ്ങനെ നടന്ന് കണ്ടു വീഡിയോ പിടിച്ചോന്നേ ഉള്ളൂ കേട്ടോ. ചുമ്മാ കണ്ടപ്പോൾ ഒന്ന് പിടിക്കാൻ തോന്നിങ്ങാണ്ട് അങ്ങനെ വീഡിയോയിൽ പകർത്തിയെന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഐറ്റം പുഴുക്കളുണ്ട്, പല മോഡലും ഉണ്ട് കേട്ടോ. 2 ദിവസമൊക്കെ അടുപ്പിച്ച് മഴ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു വെയിൽ തെളിയുമ്പോഴത്തേക്കും മുറ്റത്തിൽ കൂടെ നോക്കി കഴിയുമ്പോൾ നിറച്ചും പുഴു ഓടി കളിക്കുമായിരിക്കും കേട്ടോ. പിന്നെ അതേ അട്ട, ഇതാണ് കേട്ടോ ഇവിടുത്തെ വലിയ ടൈപ്പ് അട്ട. സത്യം പറഞ്ഞാൽ ഈ ഒരു അട്ടേനെ ഞാൻ ഈ നാട്ടിൽ വന്നേ പിന്നെയാണ് കേട്ടോ ഇങ്ങനെ അട്ടേനെ കാണുന്നത്. എൻ്റെ നാട് മലപ്പുറമാണ്. അവിടെ ഇതുപോലുള്ള അട്ടകൾ പോലും ഇല്ല കേട്ടോ. അപ്പോൾ കുഞ്ഞി അട്ടകൾ മാത്രമേ അവിടെ ഉള്ളൂ. ഇത്രയുള്ള വലിയ ടൈപ്പൊന്നും അട്ടയില്ല. ഞാൻ ഇവിടെ വന്നേ പിന്നെ ആദ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിനെ കണ്ട് ഇപ്പം അത്ര പേടിയൊന്നും തോന്നാറില്ല. പക്ഷേ എനിക്ക് ഇതിനേക്കാളും പേടി പുഴുവിനെയാണ് കേട്ടോ. പിന്നെ ഇതിനേക്കാളും വലിയ അട്ടേനെ ഞാൻ കണ്ടിട്ടുണ്ട്. ജാതിക്കയൊക്കെ പറക്കാൻ പോണ ഒരു സമയത്ത് ജാതിപ്പറമ്പിലൊക്കെ നിറച്ചും ഇതുപോലത്തെ അട്ടയായിരിക്കും കേട്ടോ. ഇതുകൊണ്ട് ഇതുപോലെ തന്നെ ചുമന്ന കളറിലും അട്ടയുണ്ട് കേട്ടോ. അത് 2 വലിയ അട്ടകളായിട്ടായിരിക്കും അവിടെയൊക്കെ കാണുന്നത് കേട്ടോ. ഇവിടെ തന്നെ കുറച്ച് വലിപ്പം കുറവുണ്ട്. പിന്നെ ഈ അട്ടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റേ ചുമന്ന അട്ടയുണ്ടല്ലോ, ഒന്ന് തൊടുവോ അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് ചുരുണ്ട് കയറും കേട്ടോ. പക്ഷേ ഈ അട്ടയ്ക്ക് ആ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു അട്ടേനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തുണ്ടോ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ബാക്കി കൂടെ ഒരാൾ പറന്നാട്ടോ പോണത്. ഇത്രയും സ്പീഡ് നമ്മുടെ നാട്ടിലെ ആനവണ്ടിക്ക് പോലും കാണില്ല കേട്ടോ. അതിനേക്കാൾ സ്പീഡിലാട്ടോ പുള്ളി പറന്ന് പോണത്.
പുള്ളിയുടെ ആ ഒരു സ്പീഡും പോണ ഒരു രസമൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങളതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഇങ്ങനത്തെ പല മോഡൽ പുഴുകളൊക്കെ കാണാറുണ്ട് കേട്ടോ. പച്ച കളറിൽ, അതുപോലെ തന്നെ ചുമന്ന കളറിലും ഒക്കെ കാണാറുണ്ട്. പിന്നെ നമ്മളെ പെട്ടെന്ന് നമ്മളങ്ങനെ കാണുന്ന സമയത്ത് കയ്യിൽ ഫോണൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചുറ്റിനും നടന്ന് നോക്കി ബാക്കിയൊക്കെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. പുള്ളി എന്തോ ജീവൻ പണയം വെച്ചുള്ള ഓട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ പുള്ളീൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ നമ്മളെന്ന സമയം കൂടെ പോകുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പുള്ളി ഓടണയൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതേ എൻ്റെ കയ്യിൽ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളൊരു ദിവസം അടിമാലിക്ക് പോയപ്പോൾ ആ ഒരു സമയത്ത് പോണ വഴിയിൽ രാത്രിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാൻ ഞാൻ ഓർക്കുന്നില്ല. ആ ഒരു സമയത്ത് ഞങ്ങൾ വഴിയിൽ കണ്ടതായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോണ സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പകലാണെങ്കിലും തിരിച്ച് വന്നപ്പോൾ വീണ്ടും അത് ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോൾ നിറച്ച് ചുമന്ന ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ പോസ്റ്റിൻ്റെ ആ ഒരു വെട്ടം, പിന്നെ ഞങ്ങൾ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കാ പറിക്കുന്നത്. ഇതിൻ്റെ മുമ്പും ഇതെവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് പറയാൻ അറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് പറയണം കേട്ടോ. എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വലിയ മരമാണെങ്കിലും ചാന്ന് കിടക്കുന്ന ഏരങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിറച്ച് പഴം പഴുത്ത് കിടക്കണേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളൊന്നും നോക്കിയില്ല, കുറേ കയറി അങ്ങ് പറിച്ചു. ഈ ഒരു പഴത്തിന് നമ്മുടെ അരിനെല്ലിക്കയുടെയൊക്കെ ഒരു ഷേപ്പാണ് കേട്ടോ അതിന്. അപ്പോൾ ഈ മരത്തിൽ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്കുമുണ്ട്. മഴയൊക്കെ പെയ്ത് മാറിയ ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ചോട്ടിൽ ചെന്ന് പറിക്കുന്ന സമയത്ത് ഓരോന്ന് പറിക്കുമ്പോഴും തലയിൽ കൂടെ മേത്തേ കൂടെയൊക്കെ നിറച്ചും വെള്ളം ചാടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് പെടുത്തിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിലോളം ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.